Hi friends, welcome to Vidhu's Easy Cooking. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കക്ക ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് അല്പം ഉപ്പാണ്. ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം തന്നെ പുറത്ത് വരും. നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ കുറച്ച് നടുക്കൊരൽപ്പം സ്പേസ് ആക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 സവാള അല്ലെങ്കിൽ 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയുള്ളി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിട്ടിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവുന്നവരെ വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല എരിവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അതൊരു 1/4 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കക്കയിറച്ചി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് നമ്മുടെ പാകത്തിന് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റോളം ഇതിങ്ങനെ ചെറിയ തീയിൽ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 നുള്ള 1 നുള്ള ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. നമ്മുടെ കക്ക ഫ്രൈ റെഡിയാണ്. നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കക്ക ഫ്രൈ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും
ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്